മിനിസ്റ്റർ ഒരു കാര്യം, ഈ കഴിഞ്ഞ പ്രാവശ്യം മിനിസ്റ്റർ അധികാരത്തിലെത്തിയതിനു ശേഷം PWD വാട്ടർ അതോറിറ്റിയും തമ്മിലൊരു ടൈപ്പാക്കി ടാറിംഗ് കഴിഞ്ഞതിന് ശേഷം കുഴിക്കരുതെന്നൊരു തീരുമാനം. കഴിഞ്ഞ ദിവസം നഗരത്തിന്റെ പ്രധാന വീതികളിലൊക്കെ തന്നെ പൈപ്പ് പൊട്ടുകയും റോഡുകൾ തകരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ നിലവിൽ PWD ആയിട്ട് നടക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനും അതിനൊരു സംവിധാനമുണ്ട്, ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ചില വിഷയങ്ങൾ പരിശോധിക്കാൻ മന്ത്രിതലത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സെക്രട്ടറി തലത്തിൽ ഓൾറെഡി ഈ മീറ്റിംഗ് നടക്കുന്നുണ്ട്. PWD സെക്രട്ടറി ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഇറിഗേഷൻ്റെ സെക്രട്ടറിയുമായി നടത്തിയിട്ടുണ്ട്. കുടിവെള്ളത്തിന് വേണ്ടി വലിയൊരു നമ്പർ റോഡ് 1200ഓളം റോഡുകളാണ് കേരളത്തിൽ ഇപ്പോൾ മുറിച്ച് നൽകേണ്ട. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് കുടിവെള്ളം ആവശ്യമാണ് ഭാഗമായി വരുന്നത്. അത് പഴയതുപോലെ റീസ്റ്റോർ ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി തലത്തിൽ ഇപ്പോൾ ചർച്ച നടക്കും. സെക്രട്ടറി തലത്തിൽ ഇന്നലെയും ഇതിൻ്റെ യോഗം നടന്നു. കാര്യങ്ങൾ സ്മൂത്തായി പോകേണ്ടതുണ്ട്. ഇത് ഇപ്പോൾ BMNBC റോഡാണെങ്കിൽ BMNBC റോഡ് മുറിച്ചു കഴിഞ്ഞാൽ അത് പഴയ സ്ഥിതിയിലേക്ക് എത്തണം. ഒരു റോഡ് കീറിക്കഴിഞ്ഞ് പൈപ്പിട്ട് കഴിഞ്ഞാൽ അത് പഴയതുപോലെ എത്തിയിട്ടില്ലെങ്കിൽ അത് അവിടെ മുഴച്ചു നിൽക്കും. അത് പിന്നെ ആ റോഡിനെ ആകെ തകർച്ചയിലേക്ക് എത്തിക്കും. ഇത് ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്നത് ഈ റോഡ് നിർമ്മാണം നടത്തിയ PWD കരാറുകാർക്ക് തന്നെയാണ്. അപ്പോൾ ഒരു പൈപ്പിട്ട സ്ഥലം, ആ പൈപ്പിട്ട സ്ഥലം അത് പഴയതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്യുമ്പോൾ അത് റീസ്റ്റോർ ചെയ്യുന്ന മാത്രം ചിലവല്ല വരുന്നത്, ആ റോഡിൻ്റെ രണ്ട് ഭാഗത്തും അതിൻ്റെ ഭാഗമായി വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് കരാറുകാരും മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രിതലത്തിൽ ബാക്കി ചർച്ച ചെയ്ത് പരിഹരിച്ച് പോകാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. മിനിസ്റ്ററുടെ ഈ മിന്നൽ പരിശോധന ഈ തരത്തിലുള്ള റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് തുടരാൻ സാധ്യതയുണ്ടോ? അത് ഇത് തുടർന്ന് തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം മന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഞങ്ങളൊരു ടീം, ഒരു മിഷൻ ടീം, ഞാൻ പറഞ്ഞല്ലോ, ഒരു മിഷൻ ടീമിനെ ഇതിനു വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും പോകണം. ഒരു ജില്ലയിൽ ഒരു നിശ്ചിത ദിവസത്തിനകം ആ ടീം ലീഡറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നു. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ പോരായ്മ, ആ പോരായ്മ ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്ത് ആ പോരായ്മ പരിശോധിച്ച് പോകണം. റോഡിൻ്റെ പ്രവൃത്തി രാത്രി നടത്തുമെന്ന് വാക്ക് തന്നാൽ പോരാ, നടത്തുന്നുണ്ടോ എന്നുള്ള പരിശോധന ഉദ്യോഗസ്ഥർ നടത്തണം, ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തണം. അത് ഉയർന്ന് PWD സെക്രട്ടറി തന്നെ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ, മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇറങ്ങുമ്പോൾ താഴോട്ടും അതിൻ്റെ ഭാഗമായി ഗുണമുണ്ടാവും. ആ നിലയിൽ തന്നെയാണ് ഏത് സമയത്തും റോഡ് പ്രവൃത്തി നടക്കുന്നിടത്ത് വരിക, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടോ എന്ന് പരിശോധിക്കുക, പറഞ്ഞത്ര തൊഴിലാളികളുണ്ടോ എന്ന് പരിശോധിക്കുക, പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ എന്നുള്ളത് പരിശോധിക്കുക. ഈ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ഒരു മിഷൻ ടീമിന് രൂപം കൊടുത്തിട്ടുള്ളത്.